പേര് പറയാമോ? ഇവിടെ ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ചോദ്യം, ഈ മെയ് മാസമല്ലേ, ഈ മെയ് മാസം ജനിക്കുന്ന ഒരു തേനീച്ചുണ്ട്. മെയ് ജനിക്കുന്ന തേനീച്ച. യെസ്, കറക്റ്റ്, ശരിയാണ്. ഓക്കെ, കൊള്ളാം. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എർത്തിൽ സെൻറ്റർ എന്താ? എർത്ത് സെൻറ്റർ അല്ല, പക്ഷേ അതല്ല ആൻസർ. എർത്തിൻ്റെ സെൻറ്റർ എന്താണ്? ഇവിടെ. കറക്റ്റാണ്, ശരിയാണ്. അടുത്ത ചോദ്യം. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടുക? അത് കിട്ടുക ഇവിടെ. സമയത്തെ മുറിച്ച സംഭവം കിട്ടും. എന്താണ് സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? ഇവിടെ വേളക്കൊള്ളാം. അടിപൊളി ആൻസർ ആയിരുന്നു. പറഞ്ഞു. അല്ല, പോരട്ടെ. പറഞ്ഞാൽ പ്രൈസ് ഉണ്ട്. ഇവിടെയോ കിട്ടുന്നില്ല. ക്ലൂ. നമ്മൾ സമയത്തെ മുറിച്ചാൽ ഒരു സാധനത്തെ മുറിക്കുമ്പോൾ ഒരു സാധനം കിട്ടുമല്ലോ, അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞിട്ട് ജീവനുള്ളതല്ല. ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ടൈം പീസ്. ടൈമിന് മുറിച്ചാൽ പീസ് ആവും. ടൈം പീസ്. ഓക്കെ. അപ്പോൾ നന്നായി മത്സരിച്ചും, കുഴപ്പമില്ല. അപ്പോൾ ഗിഫ്റ്റ് ചെയ്ത് മിസ്സായി, സാരമില്ല. അപ്പോൾ പേരെന്ന് പറയാമോ? അഞ്ജലി, ഹരിപ്രിയ, മിശ്രിയ, അശ്വതി, ജിഷ്ണു, മൻഷാദ്, സിനാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യ ചോദ്യം, നമ്മുടെ കുത്തും കോമയും വന്ന് നമ്മൾ എന്ത് വിളിക്കാൻ? അല്ല, ഇതൊരു കുസൃതി ചോദ്യമാണ്, അതാലോചിക്കണം. കുത്തും കോമയും കൂടി ചേർന്നാൽ എന്താണ് വിളിക്കുക? എന്ത് വിളിക്കും? കുത്ത് കോമ. ബുദ്ധി പ്രയോഗിക്കും. നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, ആലോചിക്കുന്നേ. ക്ലൂന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തും കോമ, അതന്നെ നമ്മളൊന്നും മാറ്റി ആലോചിക്കും. അല്ല, കോമ കുത്തുകൊള്ളാം. വേറെന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട്? ഓക്കെ ഗൈസ്, ദ ടൈം ഈസ് ഓവർ. ഇത്രയും പറയട്ടെ. ഇറ്റ് ഈസ് .com. ഒരു കുത്തുകൊണ്ട് ഒരു കോമയുണ്ട്.